സത്യം പറഞ്ഞാൽ ഇവർ എത്ര പൊട്ടന്മാരാണല്ലേ ഈ DYFI പിള്ളേർ. ഈ ചേട്ടന്മാർ എത്ര പൊട്ടന്മാരാണ്. ഓരോരോ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അവിടെ പോവുക, സഹായങ്ങൾ ചെയ്യുക. പിന്നെ മറ്റേ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അവിടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ പോയി സഹായം ചെയ്തിട്ട് അന്നത്തോടെ വിടാതെ ആക്രി ഇറക്കിയിട്ടും ഇത് ചെയ്തിട്ടും പിന്നെ തട്ടുകടി ഇട്ടിട്ടും അങ്ങനെ കുറേ ആക്രി പെറുക്കി പേപ്പർ പെറുക്കി പിച്ച തെണ്ടിയ പോലെ തെണ്ടിയിട്ട് വയനാട് ദുരന്തത്തിന് സഹായിച്ചു. അതുകൂടാതെ ഓരോരോ എല്ലാവർക്കും കാണാൻ വേണ്ടി TV LED TV അന്ന് 170 278 വീട്ടുകാർക്ക് LED TV അതും ഉണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ വോട്ടിനല്ല ഞങ്ങൾ ചെയ്യുന്നതാണെന്നൊക്കെ പറയും. അതിൻ്റെ ആവശ്യം എന്താ? ഒന്നും ചെയ്യാതെ കൈ നനയാതെ മീൻ പിടിച്ച ഒരാൾ നോക്കിവിടെ നിയുക്ത മന്ത്രി OJ ജനീഷ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗ്യാപ്പിൽ അങ്ങോട്ട് കയറി വന്നു. കുറച്ച് കാലം കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി നിന്നു. സിമ്പിളായി അടിച്ച് തൂക്കിയിട്ട് പോയി. നിങ്ങൾ അവിടെ വയനാട് കൊടുത്ത അവിടെ പോലും ഒന്നുമില്ലാതെ അവർ സുഖമായിട്ട് അവിടെയും അടിച്ച് കയറി. അപ്പം നിങ്ങൾ ഇത്രയും എല്ലാ ദിവസവും പൊതിച്ചോറ് വിതരണം. അപ്പോൾ പൊതിച്ചോറ് വിതരണം ചെയ്യുമ്പോൾ കുറേ ആളുകൾ പറയുന്നത് പൊതിച്ചോറ് ആരും DYFIക്കാരൻ്റെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവരണമെന്ന്. ഇതുപോലെ എല്ലാ വീടുകളിലും പോയി പിരിക്കണ്ടേ, എടുക്കണ്ടേ, എല്ലാ വീടുകളിലും പോയി പറഞ്ഞിട്ട് മേടിക്കണ്ടേ? അതൊരു പണിയല്ലേ? അതാരെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് ഒട്ടുമില്ല, ഒന്നുമില്ല. അപ്പം പറയും ഞങ്ങൾ വോട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വോട്ടിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. നിങ്ങൾ ഒന്നിനും വേണ്ടി ചെയ്യണ്ട. നിങ്ങളെ അർഹിക്കുന്നില്ല കേരളത്തിൽ. അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അടുത്ത നെറുകെട്ടടി വന്നിട്ടുണ്ട്. മിൽമ പാൽ വില വർധന ലിറ്ററിന് 4 രൂപ വർദ്ധിക്കുകയാണ്. പൂക്കി മന്ത്രിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് നടന്നിട്ടുണ്ട്. ചിരിക്കുന്ന മന്ത്രിയല്ലേ നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ചിരിച്ചിട്ട് 4 രൂപ കണ്ട് കയറ്റിയിട്ടുണ്ട്. 1 രൂപയല്ല കേട്ടോ, ഒരട്ടിക്ക് 1 രൂപ 2 രൂപയൊന്നുമല്ല. ഒരു പാക്കറ്റിന് 1 രൂപ വെച്ചിട്ടൊന്നുമല്ല, 4 രൂപ, ലിറ്ററിന് 4 രൂപയാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ പറയും നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ചിരിക്കുന്ന മന്ത്രിയല്ലേ വേണ്ടേ? എല്ലാവരും ചിരിച്ചോളൂ. ക്ഷേമ പെൻഷന് 1070 കോടി രൂപ അനുവദിച്ചു. അതായത് പൂച്ച പെറ്റ് കിടക്കണ ഖജനാവിൽ നിന്ന് ഇപ്പം 1070 കോടി രൂപ അനുവദിച്ചു. പൂച്ച പെറ്റ് കിടക്കുന്നവിടെ സാധാരണ പൂച്ചക്കാട്ടവും പൂച്ചമൂത്രവും പൂച്ചയുടെ രോമവും അല്ലേ ഉണ്ടാവുക. പണം ഉണ്ടാവുമോ? പണം ഉണ്ടാവില്ലെന്നാണ് ധാരണ. അപ്പോൾ അവിടെ ഇപ്പോൾ മനസ്സിലായില്ലേ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടിരുന്നതാണ്. പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴും പറഞ്ഞു പറ്റിച്ചു. ഇപ്പോൾ വീണ്ടും 1 റുപ്യ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഇപ്പം ഇങ്ങനെ 1070 കോടി അനുവദിച്ചു?